Hello everyone, welcome to G-Pod Plus One Humanities. It's me and Nafi. എല്ലാവർക്കും മക്കളെ G-Pod Plus One Humanities ക്ലാസ്സിലേക്ക് സ്വാഗതം. യെസ്, അപ്പോൾ നമ്മൾ ഹിസ്റ്ററിയിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയ 3-4 ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത്ര അപ്ഡേറ്റ്സ് നേരത്തെ കിട്ടാൻ നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഈ വീഡിയോ പ്ലസ് വൺ ഹ്യൂമാനിറ്റീസ് ആരൊക്കെ പഠിക്കുന്നുണ്ടോ അവർക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഒന്നാമത്തെയും രണ്ടാമത്തെയും ചാപ്റ്ററിലെ ഹിസ്റ്ററിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഡിസ്കസ് ചെയ്യാൻ പോവാണ്. സോ ഈ വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഇതേപോലെ അപ്ഡേറ്റ്സും പിന്നെ ലൈവിന് ശേഷമുള്ള നോട്ടുകളും കാര്യങ്ങളും കിട്ടണമെങ്കിൽ നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് സ്പെഷ്യൽ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോ. ലിങ്ക് നമ്മൾ കമന്റ് ബോക്സിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ബൂസ്റ്റർ ബാച്ച് ആണ്. നിങ്ങൾക്ക് പ്ലസ് വൺ ഹ്യൂമാനിറ്റീസിൽ ഏറ്റവും ബെസ്റ്റ് മാർക്ക് കിട്ടാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സുകൾ ലൈവ് ക്ലാസ്സുകളൊക്കെ വേണം, നിങ്ങൾക്ക് ഏറ്റവും അടിപൊളി റിസൾട്ട് പ്ലസ് വൺ ഹ്യൂമാനിറ്റീസ് സ്വന്തമാക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷനാണ് G-Podന്റെ ബൂസ്റ്റർ ബാച്ച്. ഇപ്പം നമ്മൾ 199, അതായത് ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 2000 കുട്ടികൾക്ക് 199 ആണ് നമ്മൾ ഈ ഒരു കോഴ്സ് തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്ലസ് വൺ ഹ്യൂമാനിറ്റീസിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന G-Podന്റെ ബൂസ്റ്റർ ബാച്ചില്ല. യൂട്യൂബിലൊക്കെ ക്ലാസ്സുകൾ വളരെ കുറച്ച് മാത്രമേ നമ്മൾ തരുള്ളൂ. നമ്മുടെ കൂടുതൽ റെക്കോർഡ് ക്ലാസ്സുകൾ, ലൈവ് ക്ലാസ്സുകൾ, നോട്ട്, PYQ, മെന്റർ സപ്പോർട്ട്, ഡൗട്ട് ക്ലിയറൻസ് ഓപ്ഷൻ എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് G-Podന്റെ ബൂസ്റ്റർ ബാച്ചിലാണ്. ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചോ, കാര്യങ്ങളൊക്കെ റെഡിയാവും. നമ്മൾ കമന്റ് ബോക്സിൽ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ nafi.G-Pod എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോ, നമുക്ക് എന്ത് ചെയ്യാൻ കാര്യങ്ങൾ സെറ്റ് ആക്കാം. സോ റൈറ്റിംഗ് ആൻഡ് സിറ്റി ലൈഫ് എന്ന് പറഞ്ഞ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് നിങ്ങളുടെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റൻ ആണ്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് മെസോപ്പൊട്ടേമിയ. 2 മാർക്കിനും 4 മാർക്കിനും ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റൻ ആണ്. ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് മെസോപ്പൊട്ടേമിയ, മെസോപ്പൊട്ടേമിയയുടെ ഭൂമിശാസ്ത്ര സവിശേഷത. അപ്പോൾ ഇത് നിങ്ങൾ അങ്ങോട്ട് പഠിച്ചു വെക്കണം. 2 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു പോയിന്റ്സ് അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അതായത് നോർത്ത് ഈസ്റ്റ് അഥവാ വടക്ക് കിഴക്ക് ഭാഗത്ത് എന്താണ് അഗ്രികൾച്ചർ അഥവാ കൃഷിയാണ്. നോർത്ത് അഥവാ വടക്ക് ഭാഗത്ത് എന്താണ് ഗ്രാസ് ലാൻഡ്സ് അഥവാ പുൽമേടുകളാണ്. ഈസ്റ്റ് അഥവാ കിഴക്ക് ഭാഗത്ത് എന്താണ് ട്രിബ്യൂട്ടറീസ് ഓഫ് ദി ടൈഗ്രീസ്, ടൈഗ്രീസിന്റെ പോഷക നദികളാണ്. സൗത്ത് അഥവാ തെക്ക് ഭാഗത്ത് എന്താണ് ഡെസേർട്ട് അഥവാ മരുഭൂമിയാണ്. 2 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. നിങ്ങൾ 4 മാർക്കാണ് ചോദിക്കുന്നതെങ്കിൽ ഈ ഒരു എക്സ്പ്ലനേഷൻ അവിടെ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. നമ്മൾ നേരത്തെ പറയുന്ന ഒരു എക്സ്പ്ലനേഷൻ ആണ്. ഈ ഒരു എക്സ്പ്ലനേഷൻ കൂടി അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, ഇനി മറ്റൊരു ക്വസ്റ്റൻ ആണ്. 3 മാർക്കിനും 6 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റൻ ആണ്. പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് അബൌട്ട് ദ റൈറ്റിംഗ് സിസ്റ്റം ഓഫ് മെസോപ്പൊട്ടേമിയ. മെസോപ്പൊട്ടേമിയയുടെ എഴുത്ത് വിദ്യയെ കുറിച്ച് ചോദിക്കാറുണ്ട്. സോ ദ റൈറ്റിംഗ് സിസ്റ്റം ഓഫ് മെസോപ്പൊട്ടേമിയ എന്ന് പറഞ്ഞാൽ ഏതാടാ, ക്യൂനിഫോം ആട്ടോ. മെസോപ്പൊട്ടേമിയയുടെ എഴുത്ത് വിദ്യയെ വിളിക്കുന്ന പേരെന്താടാ, ക്യൂനിഫോം എന്നാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സയൻസ് ആൻഡ് സിമ്പിൾസ്, ഇതേപോലെയുള്ള ചിഹ്നങ്ങളും അടയാളങ്ങളും ഉപയോഗിച്ചിട്ടാണ് ആര് എഴുതിയിരുന്നത്, ക്യൂനിഫോമിന്റെ മുകളിൽ മെസോപ്പൊട്ടേമിയക്കാർ എഴുതിയിട്ട്. ശ്രദ്ധിക്കണേ, സയൻസ് ആൻഡ് സിമ്പിൾസ്, ചിഹ്നങ്ങളും അടയാളങ്ങളും ഉപയോഗിച്ചിട്ടാണ് ക്യൂനിഫോമിൽ എഴുതിയിരുന്നത്. അറൌണ്ട് 3200 BC, 3200 മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്. റൈറ്റിംഗ് ബിഗാൻ വെൻ നീഡ് റെക്കോർഡ് ഓഫ് ട്രാൻസാക്ഷൻ. 2 ആളുകൾ തമ്മിലുള്ള ഇടപാടുകൾ ഒരു റെക്കോർഡിക്കലാക്കി എഴുതേണ്ട സമയത്താണ് എന്ത് ചെയ്തത്, ഇത് ആരംഭിച്ചത് കേട്ടോ. ശ്രദ്ധിക്കുന്ന കാര്യം എന്തേ, റോട്ട് ഓൺ ദി ടാബ്ലറ്റ്സ് ഓഫ് ക്ലേ. ഇതേപോലെയുള്ള വെറ്റ് ടാബ്ലറ്റ്സ് ഓഫ് ക്ലേ, നനഞ്ഞ കളിമൺ ഫലകത്തിന് മുകളിലാണ് അവർ എന്ത് ചെയ്തത്, ഇത്തരത്തിലുള്ള ക്യൂനിഫോം എഴുതിയിരുന്നത്. ഇത് റീഡ്, ഒരു എഴുത്താണ് ഉപയോഗിച്ച് ഇതേപോലുള്ള കാര്യങ്ങൾ എന്ത് എഴുതിയിരുന്നു എന്നുള്ളൊരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക കേട്ടോ. അത് മാത്രമല്ല, ഇത് സ്പെഷ്യൽ സ്കിൽഡ് ആയിട്ടുള്ള ആളായിരുന്നു. കാരണം ഒരുപാട് സയൻസ് ആൻഡ് സിമ്പിൾസ്, ഇവിടെ കണ്ടോ, ഓക്സ് കാളക്ക് ഉപയോഗിക്കുന്ന ചിഹ്നം, ഗ്രേന് ധാന്യത്തിന്, നമ്പേഴ്സ് ബോട്ടുകൾക്കൊക്കെ ചിഹ്നമുണ്ട്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഓരോന്നിനും ഓരോ ചിഹ്നം ആയതുകൊണ്ട് തന്നെ ഈ എഴുതുന്ന ആക്ക്, കാരണം അന്ന് മെസോപ്പൊട്ടേമിയയിൽ ഏറ്റവും അടിപൊളിയായുള്ള ജോബ് എന്ന് പറഞ്ഞാൽ ക്യൂനിഫോം റൈറ്റിംഗ് ആണ്. കാരണം ഇത് എഴുതുന്ന ആക്ക് എന്താണ്, അത്രത്തോളം സയൻസ് ആൻഡ് സിമ്പിൾസ്, അത്രത്തോളം ചിഹ്നങ്ങളും അടയാളങ്ങളും എന്ത് ചെയ്യണം, പഠിച്ചു വെക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഇത് നല്ല സ്കിൽഫുൾ ആയ ജോബായിരുന്നു. ഒരു തവണ എഴുതി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ക്ലേ ടാബ്ലറ്റിന്റെ മുകളിൽ വീണ്ടും എന്ത് ചെയ്യാൻ സാധിക്കില്ല, എഴുതാൻ സാധിക്കില്ല എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അതുകൊണ്ട് നമുക്ക് ഹൺഡ്രഡ്സ് ഓഫ് മെസോപ്പൊട്ടേമിയൻ ടാബ്ലറ്റ്സ് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ എന്തിനൊക്കെയാണ് ഈ റൈറ്റിംഗ് യൂസ് ചെയ്യുന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഇതിലേക്ക് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. 4 മാർക്കിന് 6 മാർക്ക് 8 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഇതേപോലെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് നേരത്തെ കിട്ടണമെങ്കിൽ നിങ്ങൾ ക്രിസ്മസ് എക്സാമിന്റെ സ്പെഷ്യൽ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഇതേപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് G-Podന്റെ ബൂസ്റ്റർ ബാച്ചിലാണ്. ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാം മാത്രമല്ല പബ്ലിക് എക്സാമും സെറ്റ് ആക്കാൻ സാധിക്കും. ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യണമെങ്കിൽ കമന്റ് ബോക്സിൽ ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ nafi.G-Pod എന്ന ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ജോയിൻ ചെയ്തോ, കാര്യങ്ങൾ സെറ്റ് ആക്കും. ഈ ഒരു ഹോംവർക്ക് ആണ്. ഈ ഒരു ഹോംവർക്കിന്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യട്ടോ. നെയിം എനി 2 മെസോപ്പൊട്ടേമിയൻ സിറ്റീസ്, ഏതെങ്കിലും 2 മെസോപ്പൊട്ടേമിയൻ നഗരങ്ങളുടെ പേര്. ഇനി ലാസ്റ്റ് ക്വസ്റ്റൻ ആണ്, ഫീച്ചേഴ്സ് ഓഫ് ദി സിറ്റി ഓഫ് മാരി ഇൻ മെസോപ്പൊട്ടേമിയ. മെസോപ്പൊട്ടേമിയയിലെ മാരി നഗരത്തിന്റെ പ്രധാന സവിശേഷതകൾ ഏതൊക്കെയാണ് മാരി നഗരത്തിന്റെ സവിശേഷത? മാരി എന്ന് പറഞ്ഞാൽ എന്താ, ഇതിന്റെ ലൊക്കേഷൻ ഓഫ് ദി ട്രേഡിലെ കച്ചവടത്തിനായിട്ട് ഉള്ള ഒരു അടിപൊളി പൊസിഷനിലായിരുന്നു ആരുണ്ടായിരുന്നത്, മാരി ഉണ്ടായിരുന്നത്. ഗേറ്റ് വേ ടു ദ മെസോപ്പൊട്ടേമിയ, മെസോപ്പൊട്ടേമിയക്കുള്ള ഒരു കവാടമായിരുന്നത് മാരി. അപ്പം ലെബനോണിൽ നിന്നും അതേപോലെ തന്നെ തുർക്കിയിൽ നിന്നും സിറിയയിൽ നിന്നൊക്കെ ഒരുപാട് ബോട്ടുകൾ എങ്ങോട്ടേക്ക് വരും, മെസോപ്പൊട്ടേമിയയുടെ ഭാഗത്തേക്ക് വരും. ആ ബോട്ടുകളൊക്കെ എവിടെ നിർത്തും, മാരിയിൽ നിർത്തും. മാരിയിലുള്ള ഓഫീസേഴ്സ് അല്ലെങ്കിൽ ഓഫീഷ്യൽസ് എന്ത് ചെയ്യുന്നു,
അവർ അവിടെയുള്ള സാധനങ്ങൾ പരിശോധിക്കില്ല, എന്നിട്ട് എന്ത് ചെയ്യും 1/10 എന്തായിട്ട് കളക്ട് ചെയ്യും, ടാക്സ് ആയിട്ട് കളക്ട് ചെയ്യും. ആകെയുള്ള സാധനത്തിന്റെ 1/10 അവർ എന്തായിട്ട് കളക്ട് ചെയ്യും, ടാക്സ് ആയിട്ട് കളക്ട് ചെയ്യും. ഈ ഒരു ടാക്സ് കളക്ഷനിലൂടെ, ഈ ഒരു നികുതി പിടുത്തത്തിലൂടെയായിരുന്നു മാരി എന്ത് ചെയ്തത്, ഒരു അടിപൊളി സിറ്റി ആയിട്ട് മാറിയത്. അതായത് കല്ലുകളും മരങ്ങളും മീഞ്ഞും ഒക്കെ ആയിട്ട് പലതരം ബോട്ടുകൾ മാരിയിലേക്ക് വന്നിരുന്നു. ആ ബോട്ടുകളിലൊക്കെ എന്ത് ചെയ്യും, ഇവിടെയുള്ള ഓഫീസേഴ്സ് ഇൻസ്പെക്ട് ചെയ്യുകയും 1/10 എന്തായിട്ട് കളക്ട് ചെയ്യും, ടാക്സ് ആയി കളക്ട് ചെയ്യുകയും ചെയ്യും. ആ ടാക്സ് റവന്യൂ കൊണ്ടാണ് മാരി എന്ത് ചെയ്തത്, ഇത്രയും അടിപൊളി സിറ്റി ആയിട്ട് മാറിയത്. ഇനി ഇതൊരു ഹോംവർക്ക് ആണ്. ഇതിന് ആൻസർ നിങ്ങളൊന്ന് എഴുതി നോക്കുക. ഒരു 4 മാർക്കിനൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്. അപ്പോൾ ഇതേപോലെ ചോദ്യങ്ങളൊക്കെ എക്സാമിന് ചോദിക്കും. ഇതിന് ആൻസർ നിങ്ങളൊരു പേപ്പർ എടുത്തിട്ട് അതിലൊന്ന് എഴുതി നോക്കുക കേട്ടോ. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ ബൂസ്റ്റർ ബാച്ചിന്റെ കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഇതൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോ, നമ്മുടെ എജ്യൂപോയിന്റ് ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്തു കേട്ടോ. ഓക്കെ, ഇനി രണ്ടാമത്തെ ചാപ്റ്റർ ആണ്. ആ ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത് ഒരു മാത്സ് ഫോളോയിങ് ആണ്. ഇതിന് ആൻസർ നിങ്ങളൊന്ന് കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യട്ടോ. ഇതേപോലുള്ള മാത്സ് ഫോളോയിങ് എക്സാമിന് എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിന്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ എന്ത് ചെയ്തോ, ഒന്ന് ലൈക്ക് ചെയ്തോ, മാക്സിമം ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്തോ, ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ടോ. അടുത്തത് ഇതുണ്ട്, സോഷ്യൽ ഗ്രൂപ്പ് ഓഫ് ഏർലി റോമൻ എംപയർ. റോമൻ സാമ്രാജ്യത്തിലെ ആദ്യകാല സമൂഹങ്ങളെ കുറിച്ചിട്ട് എന്ത് ചെയ്യാറുണ്ട്, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഏർലി റോമൻ എംപയർ, ആദ്യകാല റോമൻ സമൂഹത്തെ കുറിച്ചിട്ട് എന്ത് ചെയ്യാറുണ്ട്, എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതായിരുന്നു എന്ത്, റോമിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. ഏറ്റവും മുകളിൽ സെനറ്റേഴ്സ് ആണ്, അതിന് താഴെ ആരുണ്ട്, നൈറ്റ്സ് അല്ലെങ്കിൽ പ്രഭുക്കന്മാരുണ്ട്, അതിന് താഴെ ആരുണ്ട്, മിഡിൽ ക്ലാസ് അഥവാ മധ്യവർഗ്ഗമുണ്ട്, അതിന് താഴെ ആരുണ്ട്, ഹ്യൂമിലിയോറസ് അഥവാ കീഴാള വർഗ്ഗങ്ങൾ, അതിന് താഴെ ആരുണ്ട്, സ്ലേവ്സ് അഥവാ അടിമകൾ. അപ്പോൾ ഇങ്ങനെ ആയിരുന്നു എന്ത്, റോമിലൊരു സോഷ്യൽ സിസ്റ്റം. റോമിൽ ഇങ്ങനെ ഒരു സോഷ്യൽ സിസ്റ്റം ഉണ്ട് നമുക്ക് മനസ്സിലായത് ആരിലൂടെയാണ്, ടാസിറ്റസിലൂടെയാണ്. ആരിലൂടെയാണ്, ടാസിറ്റസിലൂടെയാണ്. അപ്പോൾ ഏറ്റവും മുകളിൽ സെനറ്റേഴ്സ് ഉണ്ട്, അത് കഴിഞ്ഞാൽ പ്രഭുക്കന്മാരുണ്ട്, അത് കഴിഞ്ഞാൽ മിഡിൽ ക്ലാസ് അഥവാ മധ്യവർഗ്ഗമുണ്ട്, അതിന് താഴെ ആരുണ്ട്, ഹ്യൂമിലിയോറസ് അഥവാ കീഴാള വർഗ്ഗങ്ങളുണ്ട്, ഏറ്റവും താഴെ ആരുണ്ട്, സ്ലേവ്സ് അഥവാ അടിമകളുണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെ ഈ സവിശേഷത അടക്കം നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. എക്സാമിന് എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 3rd സെഞ്ചുറി ക്രൈസിസ് ആണ്. 3ാം നൂറ്റാണ്ടിൽ പ്രതിസന്ധിയുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം കേട്ടോ. അപ്പോൾ എന്താണ് ഈ 3rd സെഞ്ചുറി ക്രൈസിസ് പറഞ്ഞാൽ, 3rd സെഞ്ചുറി ആയപ്പോഴേക്കും റോം ഒരു പ്രശ്നം നേരിട്ടു. എന്താണ് പ്രശ്നം, അതായത് റോം അത്രത്തോളം വലുതായി, വലിയൊരു എംപയർ ആയിട്ട് റോം മാറാണ്. ആ സമയത്ത് ഈ ഒരു യൂഫ്രട്ടീസ് റിവറിന്റെ സൈഡിലൂടെ, യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് കൂടി സസാനിയൻ ഡൈനാസി, ഇന്നത്തെ ഇറാനിലെ ഭാഗത്തുള്ള ഒരു രാജവംശമായിരുന്നു ഇത് സസാനിയൻ ഡൈനാസി. ഈ സസാനിയൻ രാജവംശത്തിലെ ഭരണാധികാരിയായിരുന്നു ആര്, ഷപ്പൂർ 1. അപ്പൊ ഷപ്പൂർ 1 എന്ന് പറയുന്ന റൂളർ എന്ത് ചെയ്യാണ്, എവിടേക്ക് എത്തി, ഷപ്പൂർ 1 എന്ന് പറയുന്ന റൂളർ എവിടേക്ക് എത്തി, ഇവിടേക്ക് എത്തുകയാണ്. അതായത് ഷപ്പൂർ 1 എന്ന് പറയുന്ന റൂളർ, ഓക്കെ, ഷപ്പൂർ 1 എന്ന് പറയുന്ന ഒരു രാജാവ് അത് വലിയൊരു സൈന്യവുമായിട്ട് വരികയും ഈ റോമിന്റെ ഈസ്റ്റ് ഭാഗത്ത്, കിഴക്ക് ഭാഗത്തുള്ള പ്രധാനപ്പെട്ട നഗരമായിട്ടുള്ള ആന്റിയോക്ക് എന്ത് ചെയ്യാണ്, അടിച്ച് തോൽപ്പിച്ച് കീഴടക്കുകയും ചെയ്യണം. ഏകദേശം 60,000 60,000 വരുന്ന പട്ടാളക്കാരെ തോൽപ്പിച്ചുകൊണ്ട് ആന്റിയോക്ക് എന്ന് വിളിക്കുന്ന ആ ഒരു നഗരം എന്ത് ചെയ്യാണ്, അവർ കീഴടക്കി. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ആരക്രമിക്കുകയാണ്, സസാനിയൻസ് ആക്രമിക്കുകയാണ്. മറുഭാഗത്താണ് ബാർബേറിയൻസ്, അലൈമാൻ, ഫ്രാങ്ക്, ഗോത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിവിധ ഗോത്രവർഗ്ഗക്കാരുള്ള ബാർബേറിയൻസ് ഡാന്യൂബ് നദിയുടെ തീരത്തുകൂടി ആരും ആക്രമിക്കുകയാണ്, ഒരു ഭാഗത്തുകൂടി ബാർബേറിയൻസ് ആക്രമിക്കുകയാണ്. ഒരു ഭാഗത്തുകൂടി ആരാക്രമിക്കുന്നു, സസാനിയൻ ഡൈനാസി, മറ്റേ ഭാഗത്തുകൂടി ആക്രമിക്കുന്നു, ബാർബേറിയൻസ് ആക്രമിക്കുന്നു. ഈ ആക്രമണം തടുക്കാനായിട്ട് അവിടെ ഒരു 47 ഇയേഴ്സ്, ഈ ഒരു 40 വർഷത്തിനുള്ളിൽ 25 അഥവാ 25 എംപറേഴ്സ്, 25ഓളം ചക്രവർത്തിമാരാണ് ഉണ്ടായത്. അതായത് ഒരു ചക്രവർത്തിക്കും കുറേ കാലം ഭരിക്കാൻ സാധിച്ചില്ല. ഒരു കൊല്ലം കഴിയുമ്പോൾ അടുത്ത ചക്രവർത്തി വരും. അങ്ങനെ ഓരോ കൊല്ലം കഴിയുമ്പോഴും ഭരിക്കുന്ന ആളുകൾ ഇങ്ങനെ മാറി മാറി വന്നതും ഒരു പ്രശ്നമായിട്ട് മാറി. ഇതാണ് എന്ത്, 3rd സെഞ്ചുറി ക്രൈസിസ് കേട്ടോ. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ ആണോ, എക്സ്പ്ലെയിൻ ദ ലേറ്റ് ആന്റിക്വിറ്റി ഇൻ ദ റോമൻ എംപയർ. റോമൻ സാമ്രാജ്യത്തിന്റെ അവസാന പ്രാചീനത വിവരിക്കുക. ഈ റോമൻ എംപയറിലെ ലേറ്റ് ആന്റിക്വിറ്റി അഥവാ അവസാന പ്രാചീനത പറഞ്ഞാൽ എന്താ, 4th സെഞ്ചുറി ടു 7th സെഞ്ചുറി, 4ാം നൂറ്റാണ്ട് മുതൽ 7ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തെ വിളിക്കുന്ന പേരാണ് എന്ത്, ലേറ്റ് ആന്റിക്വിറ്റി അഥവാ അവസാന പ്രാചീനത എന്ന് പറയുന്നത്. ഈ 4th to 7th സെഞ്ചുറിയിൽ റോം റൂൾ ചെയ്തിരുന്ന 2 റൂളേഴ്സ് ആയിരുന്നു ആരൊക്കെ, ഡയോക്ലീഷ്യനും കോൺസ്റ്റന്റൈനും. അപ്പോൾ ലേറ്റ് ആന്റിക്വിറ്റി ചോദിച്ചാലും ഡയോക്ലീഷ്യനെ കുറിച്ച് കോൺസ്റ്റന്റൈനെ കുറിച്ച് ചോദിച്ചാലും ഈ പോയിന്റ്സ് അവിടേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അതിൽ കോൺസ്റ്റന്റൈൻ ചെയ്ത കാര്യങ്ങൾ എന്താ, ന്യൂ കോയിൻ സിസ്റ്റം, ഗോൾഡ് കോയിൻ, സോളിഡസ് എന്ന് വിളിക്കുന്ന 4 ഗ്രാം തൂക്കം വരുന്ന ഗോൾഡ് കോയിൻ കൊണ്ടുവന്നത് ആരാണ്, കോൺസ്റ്റന്റൈൻ ആണ്. ആൻഡ് ഈ ചേഞ്ച് ഹിസ് ക്യാപിറ്റൽ, റോമിൽ നിന്ന് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന സിറ്റിയിലേക്ക് എന്ത് ചെയ്യാണ്, ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്തു. അതുപോലെ ഒരുപാട് എക്കണോമിക് റിഫോം ആര് കൊണ്ടുവന്നിട്ടുണ്ട്, കോൺസ്റ്റന്റൈൻ കൊണ്ടുവന്നു. ആൻഡ് ഹി മെയ്ഡ് ക്രിസ്ത്യൻ റിലീജിയൻ ആസ് ദി ഒഫീഷ്യൽ റിലീജിയൻ ഓഫ് റോം. അത്രയും കാലം റോം ക്രിസ്തു മതം ഒഫീഷ്യൽ മതമല്ല, എന്നാൽ ഔദ്യോഗിക മതമാക്കി റോമിലെ ക്രിസ്തു മതത്തെ മാറ്റിയത് ആരാണ്, കോൺസ്റ്റന്റൈൻ ആണ്. പിന്നെ ഡയോക്ലീഷ്യൻ ചെയ്ത എന്താ, ഈ കട്ട് ഡൗൺ ദ ബൗണ്ടറീസിൽ, അതായത് അതിർത്തികൾ വെട്ടിക്കുറച്ചു. ഡയോക്ലീഷ്യൻ ചെയ്ത കാര്യങ്ങൾ എന്താ, അതിർത്തികൾ വെട്ടിക്കുറച്ചിട്ടുണ്ട്. അതിർത്തികൾ വെട്ടിക്കുറയ്ക്കുകയും ഈ ഫോർട്ടിഫൈഡ് ദ ബൗണ്ടറീസ്, അതിർത്തികളിൽ കോട്ട കെട്ടി സംരക്ഷിക്കുകയും ചെയ്തു. അത് മാത്രമല്ല ഈ എക്സംപ്റ്റഡ് ദ സിവിലിയൻസ് ഫ്രോം ദി കമ്പൽസറി സിറ്റിസൺഷിപ്പ് അല്ലേ, കമ്പൽസറി മിലിറ്ററി സർവീസ് അല്ലേ. അതായത് അന്ന് റോമിൽ പ്രായപൂർത്തിയായ ഓരോരുത്തരും നിർബന്ധമായിട്ടും പട്ടാളത്തിൽ ചേരുന്ന നിയമം ഉണ്ടായിരുന്നു. ആ നിയമം ഒഴിവാക്കിയത് ആരാണ്, ഡയോക്ലീഷ്യൻ ആണ്. നിർബന്ധമായിട്ടും പട്ടാളത്തിൽ ചേരേണ്ട, ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, പട്ടാളത്തിൽ ചേർന്നാൽ മതി എന്ന നിയമം കൊണ്ടുവന്നു. അപ്പോൾ ഇത് ഈ ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. ഈ ക്വസ്റ്റൻ പഠിക്കണം. ഇത് മാത്രം പഠിച്ചാൽ പോരാ, ഇതിന് പുറമെ വേറെയും ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും ഈ ചാപ്റ്ററിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ആ
ക്വസ്റ്റ്യൻ കിട്ടണമെങ്കിൽ നിങ്ങൾ എവിടെ ജോയിൻ ചെയ്യണം? എഡ്യൂപോഡിൻ്റെ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യണം. ബൂസ്റ്റർ ബാച്ചിൽ ഓരോ ചാപ്റ്ററിന് PYQ ഉണ്ട്, നിങ്ങൾക്ക് നോട്ടുകളുണ്ട്, റെക്കോർഡ് ക്ലാസ്, ലൈവ് ക്ലാസ്, ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ഓപ്ഷൻസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എഡ്യൂപോഡിൻ്റെ ബൂസ്റ്റർ ബാച്ചിലാണ്. ഇത് വെറും സാമ്പിൾ ക്വസ്റ്റ്യൻസ് മാത്രമാണ്. ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതെന്താണ് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത് മാത്രം പഠിച്ചാൽ പോരാ, ഇതല്ലാതെ വേറെയും ചോദ്യങ്ങൾ എന്ത് ചെയ്യും? എക്സാമിന് ചോദിക്കും. ആ ചോദ്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എഡ്യൂപോഡിൻ്റെ ബൂസ്റ്റർ ബാച്ചിലാണ്. ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്തോ കാര്യങ്ങൾ സെറ്റ് ആകും. ലിങ്ക് നമ്മൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ nafi.edupod എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് മെസ്സേജ് അയച്ചോ. വീണ്ടും കാണാം. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ബൈ.